ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ബിസിനസ് മാനേജ്മെൻറ്റ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ്. എന്തായിരിക്കാം മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടേം മോട്ടിവേഷൻ ഹാസ് ബിൻ ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഓഫ് മോട്ടീവ്. മോട്ടീവ് എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന പദം ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോൾ എന്താണ് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടീവ് മീൻസ് ആൻ ഐഡിയ, നീഡ് ഓർ ഇമോഷൻ ദാറ്റ് പ്രോംപ്റ്റ് ടു എ മാൻ ഇൻ ടു ആക്ഷൻ. ഒരു വ്യക്തിയെ ജോലി ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന എന്താണോ അതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നമ്മളെ ജോലി ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫോഴ്സ് എന്താണോ ആ ഒരു കാര്യത്തെ നമുക്ക് എന്ന് പറയാൻ സാധിക്കും, മോട്ടിവേഷൻ എന്ന് പറയുവാൻ സാധിക്കും. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഫോഴ്സ് ആണ്. അതാണ് പറഞ്ഞേക്കുന്നത് ഇറ്റ് ഇസ് എ സൈക്കോളജിക്കൽ ഫോഴ്സ് വിത്ത് ആൻ ഇൻഡിവിജ്വൽ ദാറ്റ് സെറ്റ്സ് ഹിം ഇൻ എ മോഷൻ. അതായത് ഒരു വ്യക്തിയെ ജോലി ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മൾ മോട്ടിവേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ജോലി നമുക്കൊരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഐഡിയാസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷൻസോ അതിൻ്റെ പിന്നിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ആ ഒരു ജോലി ചെയ്ത് തീർക്കുകയുള്ളൂ. അതിനെയാണ് അങ്ങനെയുള്ള ആ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഐഡിയാസ് നമ്മളെ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു സൈക്കോളജിക്കൽ ഫോഴ്സിനെയാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മൾ ഇമോഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പറഞ്ഞേക്കുന്നൊരു കാര്യമാണ് ബിഹൈൻഡ് എവരി ഹ്യൂമൻ ആക്ഷൻ ദെയർ ഇസ് എ മോട്ടീവ്. അതായത് മാനുഷിക പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ എപ്പോഴും ഒരു മോട്ടീവ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഇമോഷൻ അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മനുഷ്യന് എന്തെങ്കിലും തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്നുള്ളൂ. ഇനി പറയുന്നതാണ് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോട്ടീവ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, മോട്ടിവേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മോട്ടിവേഷൻ ഇസ് ദ ക്രിയേഷൻ എമംഗ് എ പേഴ്സൺ ദ മോട്ടീവ് ടു വർക്ക് ഫോർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് എ കോമൺ ഒബ്ജക്റ്റീവ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഓർഗനൈസേഷൻ്റെ പൊതുലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ ഒരു മോട്ടീവ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന പദം കൊണ്ട് ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. അതിങ്ങനെയാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു മോട്ടീവ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് മോട്ടിവേഷൻ്റെ ഡെഫിനേഷൻ. മോട്ടിവേഷൻ ഈസ് എ ജനറൽ ഇൻസ്പിറേഷണൽ പ്രോസസ് വിച്ച് ഗെറ്റ് ദ മെമ്പേഴ്സ് ഓഫ് എ team pull their weight effectively to give their loyalty into the group to carry out properly tasks that they have accepted and generally play an effective part in the job that group has undertaken. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന് അസൈൻ ചെയ്തിരിക്കുന്ന വർക്ക് അവർ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനോട് അവരുടെ ആത്മാർത്ഥത കാണിക്കാൻ അല്ലെങ്കിൽ അവർക്ക് എന്ത് ടാർഗറ്റാണോ കൊടുത്തിരിക്കുന്ന ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാൻ അവരെന്താണോ എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്ത് ഡ്യൂട്ടിയാണോ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിൽ അവരുടെ റോള് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അവരെ ഇൻസ്പയർ ചെയ്യുന്നത് എന്ത് ഫോഴ്സ് ആണോ അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, മോട്ടിവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന വർക്കിൽ അവരവരുടെ പാർട്ട് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുവാൻ വേണ്ടി അവർക്ക് അവരുടെ ഗ്രൂപ്പിനോട് ഒരു ആത്മാർത്ഥത കാണിക്കുവാൻ വേണ്ടി അവരെന്താണോ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് എന്ത് ടാസ്ക്കാണോ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ റോള് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവരെ എന്താണോ ഇൻസ്പയർ ചെയ്യുന്നത് അവരെ എന്താണ് പ്രചോദിപ്പിക്കുന്നത് ആ ഒരു ഇൻറ്റാഞ്ചിബിൾ ഫോഴ്സിനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, മോട്ടിവേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ് ഓർഗനൈസേഷനിലെ വ്യത്യസ്ത ജോലികൾ വ്യത്യസ്ത ഗ്രൂപ്പുകളിലായിട്ടായിരിക്കും അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആ ഗ്രൂപ്പുകൾക്ക് അസൈൻ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഡ്യൂട്ടീസ് നിർവഹിക്കുന്നത് വ്യത്യസ്തരായിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും. ഓരോ എംപ്ലോയീസിനും ആ ഗ്രൂപ്പിൽ അവരവരുടേതായിട്ടുള്ള ജോലികൾ ലഭിച്ചിട്ടുണ്ടാകും. ആ ജോലികൾ ഏറ്റവും നല്ല ആത്മാർത്ഥതയോടു കൂടി അവർക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് അവർ ചെയ്ത് തീർക്കാമെന്ന് അംഗീകരിച്ചിരിക്കുന്ന വർക്കുകൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ അവർക്ക് കിട്ടിയിരിക്കുന്ന വർക്കുകൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു തീർക്കാനുള്ള അവരുടെ റോളിനെ അവർക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ പൂർത്തീകരിക്കാൻ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന എന്ത് കാര്യമാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, മോട്ടിവേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അതിലേക്ക് മോട്ടിവേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഇൻറ്റേർണൽ ഫീലിങ്സ് ആണ്. മോട്ടിവേഷൻ ഈസ് എ പേഴ്സണൽ ആൻഡ് ഇൻറ്റേർണൽ ഫീലിങ്സ്. മോട്ടിവേഷൻ ആർ ദ എനർജറ്റിക് ഫോഴ്സ് വിത്തിൻ ദ പേഴ്സൺ ദാറ്റ് ഡിറൈവ് ഹിം ടു ആക്ഷൻ. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ഫീലിങ്സിനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മൾ മോട്ടിവേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഒരു ഗ്രൂപ്പിലെയോ അല്ല എങ്കിൽ ഒരു ടീമിലെയോ എംപ്ലോയീസിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഫീലിങ്സിനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മൾ മോട്ടിവേഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ആക്ഷൻ ചെയ്യുവാൻ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ എന്താണോ ഇൻസ്പയർ ചെയ്യുന്നത്, എന്ത് ഫീലിങ്സ് ആണ് ഇൻസ്പയർ ചെയ്യുന്നത്, ആ ഒരു വികാരത്തെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, മോട്ടിവേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇൻറ്റേർണൽ ഫീലിങ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഗ്രൂപ്പിലെ ഒരു എംപ്ലോയി എന്ത് കാര്യമാണോ ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്നത് അതിന് അയാളെ നയിക്കുന്ന ഫീലിങ്സ്, അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു ഇൻസ്പിറേഷണൽ ഫീലിങ്സ് എന്താണോ അതായിരിക്കും മോട്ടിവേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഗോൾ ഓറിയൻറ്റഡ് ആണ്. ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഹ്യൂമൻ ബീയിങ്സ് ആയിട്ടുള്ള ആളുകളുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന, ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ ഫാക്ടറാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഫീച്ചറാണ് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ്, ഹെൻസ് ദ മോട്ടിവേഷൻ ഈസ് ആൻ ഓൺഗോയിങ് പ്രോസസ്സ്. അതായത് മാനുഷികപരമായിട്ടുള്ള ആവശ്യങ്ങൾ എപ്പോഴും അനന്തമാണ്, അതിനൊരു അവസാനമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ആവശ്യങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മനുഷ്യന് പ്രവർത്തിക്കുവാൻ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്പിറേഷണൽ ഫോഴ്സ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കെന്ന് പറയാൻ സാധിക്കും, മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്താണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്രോസസ്സാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളിലും എല്ലാ പീപ്പിൾസിലും ഡിഫറെൻ്റ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള റീസൺസ് കൊണ്ടായിരിക്കും ആളുകൾ ഡിഫറെൻ്റ് വർക്കുകൾ ചെയ്യാൻ തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ആളുകൾ അവരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള മാർഗ്ഗങ്ങളിൽ കൂടിയായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാം ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് വേസിലൂടെയാണ് ആളുകൾ അവരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് വർക്കുകൾ ചെയ്യുന്നത്. ആ ഡിഫറെൻറ്റ് വർക്ക് ചെയ്യാൻ അവരെ ഇൻസ്പയർ ചെയ്യുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ ഐഡിയാസ്, ഫീലിങ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ആളുകൾ ഡിഫറെൻ്റ് ആണ്, ആളുകളുടെ ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. ആ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്ന വർക്കുകൾ ഡിഫറെൻ്റ് ആണ്. അതിന് അവരെ ഇൻസ്പയർ ചെയ്യുന്ന ഫീലിങ്സ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും മോട്ടിവേഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. ഇനി മറ്റൊരു കാര്യമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് സിസ്റ്റം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇനി അടുത്താണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് സിസ്റ്റം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അതായത് അതിൻ്റെ അകത്ത് വരുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസാണ്. ഇൻഡിവിജ്വൽസ്, ഓർഗനൈസേഷൻ, എക്സ്റ്റേണൽ എൻവയൺമെൻ്റ് ആണ് അതിൻ്റെ അകത്ത് ഈ സിസ്റ്റത്തിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇതെല്ലാം കൂടി ചേർന്ന ഒരു സിസ്റ്റമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികൾ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഗോൾസ്, ലക്ഷ്യങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽസിൽ വരുന്നത്. അതായത് വ്യക്തികളായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ. ഇനി ഓർഗനൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ്റെ ടെക്നോളജി, അടിസ്ഥാന ഫെസിലിറ്റീസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ, ആ ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന ഫെസിലിറ്റീസിനെയാണ് ഓർഗനൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് കൾച്ചർ, കസ്റ്റംസ്, നോംസ്, വാല്യൂസ്, ഈ തരത്തിലുള്ള ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകൾ സൂക്ഷിക്കുന്ന സാംസ്കാരിക മൂല്യങ്ങൾ, നോംസ്, വാല്യൂസ്, ബിലീഫ്സ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന, ഇതെല്ലാം കൂടി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇവയുടെ എല്ലാ ഈ അടിസ്ഥാന ഘടകങ്ങളുടെ എല്ലാം ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ സിസ്റ്റം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഡിഫറൻസ് ആണ് ഇറ്റ് കനോട്ട് ബി പാർഷ്യൽ. അതായത് ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പാർഷ്യൽ ആക്കാൻ പറ്റില്ല. മോട്ടിവേഷൻ കനോട്ട് ബി പാർഷ്യൽ. എ പേഴ്സൺ കനോട്ട് ബി പാർഷ്യലി മോട്ടിവേറ്റ് ആസ് ഹി ഈസ് എ സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് ഇൻസ്പയറബിൾ യൂണിറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരിക്കലും ഒരു വ്യക്തിയെ പാർഷ്യലായിട്ട് അല്ലെങ്കിൽ പകുതിയായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം as he is a self contained and inspirable യൂണിറ്റ്. അതുകൊണ്ട് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരിക്കലും ഒരു വ്യക്തിയെ പാർഷ്യലായിട്ട് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി മറ്റൊരു കാര്യമാണ് മോട്ടിവേഷൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ
മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷൻസ് ആണെങ്കിൽ അത് എംപ്ലോയീസിന് ഹാപ്പിനെസ് നൽകിക്കൊണ്ട് അവരുടെ ജോലികൾ നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ അവർക്ക് ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു ഫോഴ്സാണ് പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് അവർക്ക് സാലറി ഇൻക്രിമെൻറ്റ് കൊടുക്കുക, സ്ഥാനക്കയറ്റം കൊടുക്കുക, അവർക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കുക, ബോണസ് കൊടുക്കുക, റിവാർഡ്സ് കൊടുക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ. എങ്കിലും നെഗറ്റീവായിട്ടുള്ള മോട്ടിവേഷനുമുണ്ട്. അതായത് എംപ്ലോയീസുള്ള ആളുകളെ ത്രെറ്റ് ചെയ്ത് പണിഷ്മെൻറ്റ് ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി എന്ത് ചെയ്യുക, അവരുടെ അവരുടെ ഭയത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഇതും മറ്റൊരു തരത്തിൽ പറഞ്ഞൊരു മോട്ടിവേഷൻ തന്നെയാണ്, പക്ഷേ ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് മോട്ടിവേഷനാണ്. ഇനി മറ്റൊരു കാര്യമാണ് ഡിഫറെൻറ്റ് ഫ്രം ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതും ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. അതായത് ജോബ് സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ മോട്ടിവേഷനും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു ഫോഴ്സിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്തതിന് ശേഷം ആ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന മാനസിക ഉല്ലാസത്തെയാണ് നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ, മാനസികമായിട്ടുള്ള സംതൃപ്തിയാണ് നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വ്യക്തി ജോലി ചെയ്യാൻ അയാൾക്ക് പ്രചോദകമാകുന്ന ഘടകം, അയാളെ അതിനെ പ്രേരിപ്പിക്കുന്ന ഇൻസ്പിറേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്നോട് അർത്ഥമാക്കുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു വ്യക്തി ജോലി ചെയ്തതിന് ശേഷം അയാൾക്ക് ലഭിക്കുന്ന ഔട്ട്കം, അതിലുള്ള അയാളുടെ സംതൃപ്തിയെ, അയാളുടെ ആനന്ദത്തെയാണ് നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് എന്തൊക്കെ തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ആണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു മാനേജറിക് ഫംഗ്ഷൻ നടപ്പിലാക്കുന്നതുകൊണ്ട് ഉള്ളത് എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തെ ഒന്നാമത്തെ കാര്യമാണ് ഹയർ എഫിഷ്യൻസി. ഡയറക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ്റെ ഫൈനൽ റിസൾട്ടാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ബിസിനസ് ഓർഗനൈസേഷനെ സാധിക്കുന്നത് നമുക്ക് നോക്കാം. ഹയർ എഫിഷ്യൻസി, അതായത് മോട്ടിവേഷനിലൂടെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എഫക്റ്റീവായിട്ട് അവരുടെ ജോലികൾ അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റുകയും അവരുടെ ജോലിയിലെ എഫിഷ്യൻസി വർദ്ധിക്കുകയും ചെയ്യും, അത് കൂടുകയും ചെയ്യും എന്നാണ് പറഞ്ഞു വരുന്നത്. നല്ല രീതിയിൽ മോട്ടിവേഷൻ ലഭിച്ചിരിക്കുന്ന ഒരു എംപ്ലോയി അയാൾക്കുള്ള ഏൽപ്പിച്ചിരിക്കുന്ന തൊഴിൽ ഏറ്റവും നല്ല രീതിയിൽ അയാളുടെ കഴിവിൻ്റെ പരമാവധി മാക്സിമം കഴിവ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ ജോലി ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ആ ജോലി എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്തു തീർക്കാൻ അയാൾ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ് ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഇൻറ്റേർണൽ ഫോഴ്സ് കൂടിയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് നല്ല രീതിയിലുള്ള മോട്ടിവേഷനാണ് ലഭിക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ വർക്കുകൾ ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന എല്ലാ റിസോഴ്സുകളെയും ഒരു വേസ്റ്റേജ് പോലും ഇല്ലാതെ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് റിഡക്ഷൻ ഓൺ ലേബർ ടേൺ ഓവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മോട്ടിവേഷൻ ലഭിച്ചിരിക്കുന്ന എംപ്ലോയിക്ക് നല്ല രീതിയിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു. അതായത് നല്ല രീതിയിൽ മോട്ടിവേഷൻ ലഭിച്ചിരിക്കുന്ന എംപ്ലോയിക്ക് അയാളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാനും നല്ല രീതിയിലുള്ള ഔട്ട്കം റിസൾട്ട് നേടിയെടുക്കാനും സാധിക്കും. തൽഫലമായിട്ട് എംപ്ലോയീസുള്ള ആളുകൾക്ക് തങ്ങളുടെ ജോലിയിൽ ഒരു ആത്മസംതൃപ്തി, ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കുന്നതിന് കാരണമായി മാറും. ഇങ്ങനെ ഹൈലി മോട്ടിവേഷൻ ലഭിച്ചിരിക്കുന്ന എംപ്ലോയീസിന് ബിസിനസ് ഓർഗനൈസേഷനോട് നല്ല രീതിയിലുള്ള വിശ്വസ്തതയും കൂറും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ലേബർ ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യും. ഇനി മറ്റൊരു കാര്യമാണ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി എന്നതും നമ്മുടെ മോട്ടിവേഷൻ്റെ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മോട്ടിവേഷൻ ബിസിനസ് ഓർഗനൈസേഷനിലെ ഉൽപ്പാദനക്ഷമത കൂട്ടുന്നതിനും അതുപോലെ തന്നെ ഉൽപ്പാദനം കൂട്ടുന്നതിനും സഹായിക്കുന്നു. എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി അവരുടെ കഴിവുകളും അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളുകളുമായിരിക്കും ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാവുക. ഈ ഹൈലി മോട്ടിവേഷൻ മൂലം എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുടെ സ്കില്ലും നോളജും ഇൻക്രീസ് ചെയ്യുന്നതിനും അത് മെച്ചപ്പെടുന്നതിനും അത് ഇമ്പ്രൂവ് ആകുന്നതിനും അത് കാരണമായി മാറും. തൽഫലമായിട്ട് അവരുടെ ഈ ഒരു സ്കില്ലും ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്ന അവരുടെ സ്കില്ലും നോളജും ഉപയോഗിച്ചുകൊണ്ട് അവർ ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യും. ഇതിൻ്റെ അനന്തരഫലമായിട്ട് എന്താ ഉണ്ടാകുന്ന ബിസിനസ് ഓർഗനൈസേഷനിലെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ക്രമാതീതമായിട്ട് ഉയരുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യമാണ് മോട്ടിവേഷൻ കൊണ്ടുള്ള മറ്റൊരു ബെനിഫിറ്റ് ആണ് ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ടു മെയിൻറ്റെയിൻ ബെറ്റർ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതായത് ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസായിട്ടുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അവർക്ക് ഉയർന്ന സാലറി, അതുപോലെ തന്നെ ഉയർന്ന വേതനം, ഇൻസെൻറ്റീവ്സ്, പ്രൊമോഷൻസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടായിരിക്കാം എംപ്ലോയീസായിട്ടുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അതായത് മ്യൂച്വൽ മോണിറ്ററി ബെനിഫിറ്റ്സ്, നോൺ മോണിറ്ററി ബെനിഫിറ്റുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് എംപ്ലോയീസായിട്ടുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനോട്, ആ ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനോട് നല്ല രീതിയിലുള്ള അടുപ്പം ഉണ്ടായിരിക്കും. ഈ ബിസിനസ് ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലിലുമുള്ള എംപ്ലോയീസ് ഡിഫറെൻറ്റ് ലെവലിലുള്ള ആളുകളുമായിട്ട്, ഡിഫറെൻറ്റ് ലെവലിലുള്ള മാനേജേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള സഹകരണം ഇതുമൂലം ഉറപ്പുവരുത്തുന്നു. ഇങ്ങനെ വരുമ്പോൾ ബിസിനസ് ഓർഗനൈസേഷനിൽ ലേബേഴ്സിൻ്റെ ഇടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അൺട്രസ്റ്റും ഇല്ലാതാക്കി മാറ്റാൻ സാധിക്കും. തൽഫലമായിട്ട് ബിസിനസ് ഓർഗനൈസേഷനിലെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ലീഡേഴ്സും സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിലൊക്കെ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ്, മോട്ടിവേഷൻ കൊണ്ടുള്ള മറ്റൊരു ബെനിഫിറ്റാണ് ഈസർ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മോട്ടിവേഷൻ പ്രദാനം ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എംപ്ലോയീസായിട്ടുള്ള ആളുകൾക്ക് ഹൈ സാലറി, ഹൈ പ്രൊമോഷൻ, ഹൈ ഇൻസെൻറ്റീവ്സ്, ബോണസ് മുതലായിട്ടുള്ള മോണിറ്ററി, നോൺ മോണിറ്ററി ബെനിഫിറ്റുകൾ വാഗ്ദാനം ചെയ്യാൻ തയ്യാറാകും. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ബിസിനസ് ഓർഗനൈസേഷനുകൾക്ക് മാർക്കറ്റിൽ നല്ല റെപ്യൂട്ടേഷൻ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനുകളിലായിരിക്കും വളരെയധികം വൈദഗ്ധ്യമുള്ളവരും അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസും വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ബിസിനസ് ഓർഗനൈസേഷൻ എംപ്ലോയീസായിട്ടുള്ള ആളുകളെ എളുപ്പത്തിൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. കഴിവുള്ള മികച്ച എംപ്ലോയീസിനെ എളുപ്പത്തിൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യമാണ് ഫെസിലിറ്റേറ്റ് ടു ചേഞ്ചസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോൾ ഈ ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന പരിസ്ഥിതിയിൽ ധാരാളം മാറ്റങ്ങൾ ഉള്ളിലും പുറത്തുമായിട്ട് സംഭവിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും എംപ്ലോയീസായിട്ടുള്ള ആളുകൾ ഈ മാറ്റങ്ങളെ റെസിസ്റ്റ് ചെറുത്ത് നിൽക്കാറാണ് ഉള്ളത്. എന്നാൽ നല്ല രീതിയിൽ മോട്ടിവേഷൻ പ്രദാനം ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ എംപ്ലോയീസായിട്ടുള്ള ആളുകൾ സ്വീകരിക്കുകയും ചെയ്യും. കാരണം ഹൈലി മോട്ടിവേഷൻ പ്രദാനം ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസായിട്ടുള്ള ആളുകൾ ആ ഓർഗനൈസേഷൻ്റെ സക്സസ് മാത്രമാണ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അവർ ആ ഒരു മാറ്റങ്ങളെ അംഗീകരിക്കും. ആ മാറ്റങ്ങൾക്കനുസൃതമായിട്ട് ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് മോട്ടിവേഷൻ ഹെൽപ്സ് ടു റെഡ്യൂസ് ദ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. മോട്ടിവേറ്റഡ് എംപ്ലോയീസ് അക്സെപ്റ്റ്, ഇൻട്രൊഡ്യൂസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദിസ് ചേഞ്ചസ് കീപ്പിംഗ് എൻ്റർപ്രൈസസ് എഫക്റ്റീവ്. ഇത്തരത്തിലുള്ള മാറ്റങ്ങളെയൊക്കെയും അംഗീകരിക്കാൻ മോട്ടിവേഷൻ പ്രദാനം ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസായിട്ടുള്ള ആളുകൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഈ മാറ്റങ്ങളെയൊക്കെയും. ഈ മാറ്റങ്ങളെയൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ട് ഓർഗനൈസേഷൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രയത്നങ്ങളും കാഴ്ചവെക്കാൻ ഹൈലി മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസായിട്ടുള്ള ആളുകൾ തയ്യാറാണ്. അതിന് മോട്ടിവേഷൻ സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും മോട്ടിവേഷൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് മെത്തേഡ്സ് ഓഫ് മോട്ടിവേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസായിട്ടുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള മോട്ടിവേഷൻ ടെക്നിക്കുകളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മോട്ടിവേഷൻ മെത്തേഡുകളും ഉപയോഗിക്കാറുണ്ട്. മോട്ടിവേഷൻ മെത്തേഡുകൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും. ഇങ്ങനെ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും എംപ്ലോയീസായിട്ടുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ബിസിനസ് ഓർഗനൈസേഷനുകൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എംപ്ലോയീസിൻ്റെ ബിഹേവിയേഴ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫിനാൻഷ്യൽ മോട്ടിവേഷൻ മെത്തേഡുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് the financial precautionary incentives are monetary in nature as they involve flow of money from the organization to its staff. The example precautionary benefits are wages, salaries, allowance, bonus, fringe benefits, etc. ഓക്കെ, അതായത് എംപ്ലോയീസായിട്ടുള്ള ആളുകൾക്ക് ബിസിനസ് ഓർഗനൈസേഷനുകൾ വാഗ്ദാനം ചെയ്യുന്ന മോണിറ്ററി ബെനിഫിറ്റുകൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ കൈകളിൽ നിന്നും സ്റ്റാഫിൻ്റെ കൈകളിലേക്ക്, എംപ്ലോയീസായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് പണപരമായിട്ടുള്ള കൈമാറ്റത്തെയാണ് മോണിറ്ററി ബെനിഫിറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പണപരമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് എംപ്ലോയീസായിട്ടുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് മോണിറ്ററി ബെനിഫിറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ അകത്ത് സാലറി ഇൻക്രിമെൻറ്റ്സ്, വേജസ്, അതുപോലെ തന്നെ ബോണസ്, ഇൻസെൻറ്റീവ്സ്, അലവൻസുകൾ, ഫ്രഞ്ച് ബെനിഫിറ്റ്സ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി മോണിറ്ററി ബെനിഫിറ്റ്, നോൺ പ്രിക്കോഷണറി മോണിറ്ററി ബെനിഫിറ്റ് അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ നോൺ പ്രിക്കോഷണറി ഇൻസെൻറ്റീവ്സ് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നോൺ മോണിറ്ററി ബെനിഫിറ്റുകളിൽ ഒരിക്കലും എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ പണപരമായിട്ടുള്ള കാര്യങ്ങൾ നൽകി വാഗ്ദാനം ചെയ്ത് ഇൻസ്പയർ ചെയ്യുന്ന ഒരു മോട്ടിവേഷൻ രീതിയല്ല നോൺ മോട്ടിവേഷൻ രീതി എന്ന് പറയുന്നത്. ഇവിടെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളോട് ബിസിനസ് ഓർഗനൈസേഷന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ സൈക്കോളജിക്കലായിട്ടും അതുപോലെ തന്നെ ഇമോഷണലായിട്ടും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രീതിയിലുള്ള നോൺ മോണിറ്ററി ബെനിഫിറ്റുകളാണ് ഈ ഒരു മോട്ടിവേഷൻ മെത്തേഡിൽ കൂടി വാഗ്ദാനം ചെയ്യുന്നത്. അതായത് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുടെ സ്റ്റാറ്റസ് ഇൻക്രീസ് ചെയ്യുക, റെക്കഗ്നേഷൻ ഓഫ് വർക്ക്, റെസ്പോൺസിബിലിറ്റി, ജോബ് സെക്യൂരിറ്റി, ടീം സ്പിരിറ്റ്, കോമ്പറ്റീഷൻ, പാർട്ടിസിപ്പേഷൻ മുതലായിട്ടുള്ള നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻസും അതുപോലെ തന്നെ അവരുടെ ഇമോഷണലി അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു മോട്ടിവേഷൻ മെത്തേഡാണ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് രീതിയിലുള്ള മെത്തേഡുകളാണ് പ്രധാനമായിട്ടും എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ മോട്ടിവേഷൻ ചെയ്യുവാൻ വേണ്ടി ബിസിനസ് ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്നത്. ഇവയൊക്കെയും പോസിറ്റീവ് മോട്ടിവേഷൻ മെത്തേഡ് എന്ന് പറയുന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഏഴ് മോട്ടിവേഷൻ തിയറീസ് ആണുള്ളത്. അതിനകത്ത് 3 മോട്ടിവേഷൻ തിയറീസ് ആണ് വളരെയധികം വിശദീകരിച്ച് കൊടുത്തിരിക്കുന്നത്. 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ്: മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, ഹിസ്ബർഗ് 2 ഫാക്ടർ തിയറി, MC ജോർജർ തിയറി X ആൻഡ് തിയറി Y, വില്യം ഓഷി ഇസ് തിയറി Z, MC സിലണ്ട് അച്ചീവ്മെൻറ്റ്സ് മോട്ടിവേഷണൽ മോഡൽ തിയറി, ആദം ഇക്വിറ്റി തിയറി, വൂംസ് എക്സ്പെക്റ്റൻസി തിയറി. ഇങ്ങനെ 7 തിയറീസാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ തിയറീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മാസ്ലോസ് നീഡ്സ് ഹൈറാർക്കി തിയറി. ഇതെന്ന് പറയുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ തിയറീസാണ്. മാസ്ലോസ് നീഡ്സ് ഹൈറാർക്കി തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എബ്രഹാം എച്ച് മാസ്ലോസ് ആണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു എമിനൻറ്റ് US സൈക്കോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം പറയുന്നത് മാനുഷികപരമായിട്ടുള്ള ആവശ്യങ്ങളെ നിറവേറ്റിക്കൊണ്ട് മാനുഷികപരമായിട്ടുള്ള ആവശ്യങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നതിനെയാണ് ഈ ഒരു തിയറിയിൽ കൂടി ഇദ്ദേഹം പ്രതിപാദിക്കുന്നത്. മാനുഷിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലാണുള്ളത്. ആ മാനുഷിക ആവശ്യങ്ങളെയൊക്കെയും നിറവേറ്റുക, അതുവഴി എംപ്ലോയീസുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ് അദ്ദേഹം ഈ ഒരു തിയറിയിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഹൈറാർക്കി നീഡ്സ്, അതായത് ആവശ്യങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അവയെ പലതായിട്ട് തരംതിരിക്കുകയും ആ ആവശ്യങ്ങളെ നിറവേറ്റിക്കൊണ്ട് ആ ആവശ്യങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അവയെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുകയും ആ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയുമാണ് ഇതിൽ കൂടി പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഓരോരോ നീഡ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് അവയെ വ്യത്യസ്ത കാറ്റഗറിയായിട്ട് തരംതിരിക്കുകയും ഓരോ കാറ്റഗറിയിലുമുള്ള മാനുഷിക ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനുഷിക ആവശ്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മാനുഷിക ആവശ്യങ്ങളെ നിറവേറ്റുവാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ഒരു തിയറിയിൽ കൂടി അദ്ദേഹം. ഇവിടെ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ പ്രധാനമായിട്ടും 5 രീതിയിലാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ നീഡ്സിനെ 5 കാറ്റഗറീസായിട്ടാണ് ഹൈറാർക്കിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, രണ്ടാമതാണ് എസ്റ്റീം നീഡ്, മൂന്നാമതാണ് സോഷ്യൽ നീഡ്, നാലാമതാണ് സേഫ്റ്റി നീഡ്, അഞ്ചാമത്താണ് സൈക്കോളജിക്കൽ നീഡ്സ്. ഇങ്ങനെ 5 കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ നീഡ്സ് ആൻഡ് വാൺസിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു നീഡ്സ് ആൻഡ് വാൺസിനെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നീഡ്സ് ആൻഡ് വാൺസിനെ സാറ്റിസ്ഫൈ ചെയ്ത് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു തിയറിയിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. മാനുഷിക ആവശ്യങ്ങളെ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് 5 കാറ്റഗറൈസ് ആയിട്ടാണ് ഇദ്ദേഹം തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ മറ്റൊരു ലെവലിലേക്ക് പോകും. ആ ഒരു നീഡ്സ് ആൻഡ് വാൺസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ലെവൽസിലേക്കായിരിക്കും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കടന്നു ചെല്ലുക. ഇങ്ങനെ ഒരു ഹൈറാർക്കി രൂപത്തിലാണ് എന്ത് ചെയ്തേക്കുന്നത് ഈ ഒരു മാസ്ലോസ് ഈ ഒരു തിയറിയുടെ അകത്ത് ഹ്യൂമൻസിൻ്റെ നീഡ്സ് ആൻഡ് വാൺസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈറാർക്കി നീഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു തിയറിയാണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ്, ഹ്യൂമൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഫസ്റ്റ് നീഡ്സ് എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ നീഡ്സ്, സൈക്കോളജിക്കൽ അല്ല. ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്സ് അവരുടെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് ആണ്. ആ ലെവൽ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സോഷ്യൽ നീഡ്സ് ഉണ്ടാകും. അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എസ്റ്റീം നീഡ്സും, ഏറ്റവും അവസാനം സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇങ്ങനെ 5 ലെവലായിട്ടാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ നീഡ്സ് ആൻഡ് വാൺസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഓരോ നീഡ്സും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്തെ ഫസ്റ്റ് നീഡ്സാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ബേസിക് നെസസിറ്റീസ് ലൈഫ് സച്ചസ് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, വാട്ടർ, എയർ എക്സെട്ര. അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് നീഡ്സ് ആൻഡ് വാൻസിനെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ നീഡ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, വൺസ് ദ ബേസിക് നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ് ദെയർ ആർ നോൺ ലോങ്ങർ മോട്ടിവേറ്റ്. അതായത് ഒരിക്കലും ഈ ഒരു മനുഷ്യൻ്റെ ഈ ഒരു ബേസിക് നീഡ്സ്, ഈ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരു മോട്ടിവേഷൻ എക്സിസ്റ്റ് ചെയ്ത് നിലനിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നീട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നീട് ആ ഒരു കാര്യത്തെ നമ്മൾ ഒരിക്കലും അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വീണ്ടും നമുക്ക് അതിനെ ഒരിക്കലും റീമോട്ടിവേറ്റ് ചെയ്യാൻ ആ ഒരു ഘടകത്തെ വീണ്ടും നമ്മൾ റീമോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് ഈ ഒരു തിയറിയിൽ കൂടി പറയുന്നത്. മോട്ടിവേഷന് അവിടെ ഒരു നിലനിൽപ്പില്ല, ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ഓക്കെ, ഇനി മനുഷ്യൻ്റെ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന രണ്ടാമത്തെ ലെവൽസാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുന്നത്. സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുരക്ഷിതത്വം കിട്ടുക എന്നതാകുന്നു. അതായത് ചിലപ്പോൾ അത് ഫിസിക്കലാകാം അല്ലെങ്കിൽ ഫിനാൻഷ്യലാകാം. എങ്ങനെയാണെങ്കിലും ഒരു സുരക്ഷിതത്വം കിട്ടുക എന്നതാണ് ഈ ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് കൊണ്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അയാളുടെ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സേഫ്റ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ വർക്കുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ അധ്വാനിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ അതുവഴി അദ്ദേഹം അദ്ദേഹം തങ്ങളുടെ ഈ ഒരു തങ്ങളുടെ ഈ ഫിസിക്കലായിട്ടുള്ളതും ഫിനാൻഷ്യലായിട്ടുള്ളതുമായിട്ടുള്ള സെക്യൂരിറ്റി നീഡ്സിനെ അല്ലെങ്കിൽ സുരക്ഷിതത്വമായിട്ടുള്ള ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പണപരമായിട്ടുള്ള സുരക്ഷിതത്വമാണ് അദ്ദേഹത്തിന് ആവശ്യമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നു. അതുവഴി പണം സമ്പാദിക്കുകയും തങ്ങളുടെ ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുന്നു. ഫിസിക്കലായിട്ടുള്ള കാര്യമാണെങ്കിൽ ശരി, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബേസിക്കായിട്ടുള്ള അദ്ദേഹം നന്നായിട്ട് കൂടുതൽ പണം സമ്പാദിച്ച് തങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള സെക്യൂരിറ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇനി അതിനുശേഷം വരുന്നൊരു നീഡാണ് സോഷ്യൽ നീഡ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു നീഡാണ് സോഷ്യൽ ഓർ അഫിലിയേഷൻ നീഡ്സ്. അതായത് നമുക്കറിയാം, വി നോ മാൻ ഈസ് എ സോഷ്യൽ അനിമൽ ആൻഡ് ഹി ഹാസ് ടു ഇൻട്രാക്ട് വിത്ത് അതേഴ്സ്. അല്ലേ, മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ള വ്യക്തികളുമായിട്ട് എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കണമെന്നും മറ്റുള്ളവർ തങ്ങളെ അക്സെപ്റ്റ് ചെയ്യണമെന്നും മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ആശയവിനിമയം നടത്തുവാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അല്ലേ, അതിന് മനുഷ്യൻ എന്ത് ചെയ്യണം, മനുഷ്യനായിട്ടുള്ള വ്യക്തിക്ക് അയാളുടെ ബാക്കിയുള്ള രണ്ട് നീഡ്സ്, അതായത് അയാളുടെ ഫിസിയോളജിക്കൽ നീഡ്സും അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിന് സമൂഹത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുള്ളൂ. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവർ അംഗീകരിക്കുകയും മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളാണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. അല്ലേ, ഇപ്പോൾ ഒരു അതിന് ബാക്കിയുള്ള രണ്ട് ലെവലിലുള്ള നീഡ്സും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മനുഷ്യന് ആ ഒരു ലെവലിലേക്ക് ഉയരാൻ പറ്റുകയുള്ളൂ. ഇനി ഇപ്പോൾ ഒരു ഓൺട്രപ്രണറിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം മറ്റുള്ള ഓൺട്രപ്രണേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും മറ്റുള്ള ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അല്ലേ, അപ്പോൾ ഈ തരത്തിൽ ഉള്ള ഒരു നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. അതിനുശേഷം വരുന്ന ഒരു ലെവൽ ഓഫ് നീഡ്സാണ് എസ്റ്റീം നീഡ്സ് എന്നുകൊണ്ട് അർത്ഥമാകുന്നത്. എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത് അല്പം കൂടി ഉയർന്ന തലത്തിലേക്കുള്ള ഒരു ചിന്തയാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ. അതായത് മനുഷ്യരായിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ എപ്പോഴും തങ്ങൾക്ക് റെപ്യൂട്ടേഷൻ വേണം, സ്റ്റാറ്റസ് വേണം, മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കണം, തങ്ങൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആകണം, തങ്ങൾ കൂടുതൽ വളർച്ച കൈവരിക്കണം. ഈ തരത്തിലുള്ള മാനുഷിക ആവശ്യങ്ങൾ, ഉയർന്ന മാനുഷിക ആവശ്യങ്ങളാണ് എസ്റ്റീം നീഡ്സ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. സാമൂഹ്യപരമായിട്ട് ഞങ്ങൾക്ക് സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം, സാമൂഹ്യപരമായിട്ട് സമൂഹം നമ്മളെ അംഗീകരിക്കണം, സമൂഹത്തിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കണം, അതുപോലെ തന്നെ സമൂഹത്തിലെ ആളുകൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം, നമുക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാകണം. ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഹ്യൂമൻ നീഡ്സിൻ്റെ ലെവലിനെയാണ് നമ്മൾ എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ഫൈനൽ നീഡ്സാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് ഹ്യൂമൻ ബീങ്സ് ആയിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കുകയാണ് നമുക്ക് ഏറ്റവും ഉയർന്ന തലത്തിലെത്തണം, നമുക്ക് ഏറ്റവും കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകണം, ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടാകണം, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെൻറ്റിലേക്ക് നമ്മുടെ ജീവിത നിലവാരം ഉയർന്നെത്തണം. അങ്ങനെ ഒരു ലെവലിനെയാണ് നമ്മൾ സെൽഫ് എസ്റ്റീം നീഡ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ തരത്തിലുള്ള ഉയർന്ന ചിന്താഗതി, ഉയർന്ന ആവശ്യങ്ങളാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിൽ വരുന്നത്. ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്
സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ എൻട്രപ്രനേഴ്സ് ആയിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാ വ്യക്തികളും ആയിക്കോട്ടെ സക്സസ്ഫുള്ളായി മാറിയെന്ന് പറയുവാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഉന്നതമായിട്ടുള്ളൊരു വളർച്ച കൈവരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഹൈ ലെവലിൽ എത്തിയെന്ന് പറയും. എല്ലാവരും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നീഡ്സ്, ഹ്യൂമൻ ബീങ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു നീഡ്സാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോഴാണ് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഏതൊരു ഓൺട്രപ്രണർ ആയിക്കോട്ടെ, ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ, അയാളുടെ മാക്സിമം വളർച്ച കൈവരിച്ചു എന്ന് പറയുവാൻ സാധിക്കുന്നത് ഈ ലെവലിൽ എത്തുമ്പോഴാണ്. ഈ ഒരു തിയറിയിൽ കൂടി മാസ്ലോസ് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ്ലോസ് ഈ തിയറിയിൽ ഹ്യൂമൻ നീഡ്സിൻ്റെ നീഡ്സ് ആൻഡ് വാൺസിനെ ബോട്ടം ലെവലിൽ നിന്നും ടോപ്പ് ലെവലിലേക്കാണ് കൊണ്ട് എത്തിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ ഏറ്റവും ആദ്യത്തെ ബേസിക് നീഡ്സ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം, ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷമാണ് അടുത്ത ലെവലിലേക്ക് പോകുന്നത്. അത് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷമാണ് അടുത്ത ലെവലിലേക്ക് പോകുന്നത്. അങ്ങനെ ഏറ്റവും അവസാനത്തെ നീഡ്സ് ആയിട്ടുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിലേക്ക് മനുഷ്യൻ ഹ്യൂമൻ ബീങ്സിൻ്റെ നീഡ്സ് ആൻഡ് വാൺസ് സാറ്റിസ്ഫൈ ചെയ്തെത്തുന്നു. ആ ഒരു ലെവലിൽ എത്തുമ്പോൾ ഹ്യൂമൻ ബീങ്സ് ഏറ്റവും സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജിൽ എത്തുമ്പോൾ ഹ്യൂമൻ ബീങ്സ് അവൻ്റെ മേഖലയിൽ, അവനായിരിക്കുന്ന മേഖലയിൽ അവൻ ഏറ്റവും വലിയ ഉന്നതിയിൽ, ഏറ്റവും വലിയ വളർച്ച കൈവരിച്ചുവെന്ന് പറയുവാൻ സാധിക്കും. ഈ തരത്തിൽ ഉള്ള ഒരു ഹൈറാർക്കിക്കൽ നീഡ്സ് അറേഞ്ച്മെൻറ്റ്സ് ആണ് എവിടെയുള്ളത്? ഈ ഒരു മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയുടെ അകത്ത് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു തിയറി അനുസരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഹ്യൂമൻ നീഡ്സിൻ്റെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു നീഡ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു നീഡ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. പിന്നെ നെക്സ്റ്റ് ലെവൽസ് ഓഫ് നീഡ്സിനെയാണ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എത്തിക്കഴിയുമ്പോൾ അയാൾ ആ മേഖലയിൽ പൂർണ്ണമായിട്ടും വളർച്ച കൈവരിച്ചുവെന്ന് പറയാൻ സാധിക്കും. ബാക്കിയുള്ള എല്ലാ മോട്ടിവേഷൻ തിയറിയെ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മോട്ടിവേഷൻ തിയറിയാണ് മാസ്ലോസിൻ്റെ നീഡ്സ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത്. എങ്കിൽ തന്നെയും ഇതിന് വളരെയധികം പോരായ്മകളും കുറവുകളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്രിറ്റിസിസം ഓഫ് മാസ്ലോസ് നീഡ്സ് ഹൈറാർക്കി തിയറീസ്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ക്രിറ്റിസിസമാണ് പ്രയോറിറ്റി നീഡ്സ് ആസ് ഗീവൺ ബൈ മാസ്ലോസ് മേ ചേഞ്ചസ് ഇൻ അക്കോർഡ്സ് വിത്ത് ടൈം, പ്ലേസ് ആൻഡ് സർക്കസ്റ്റംസ്. അതായത് മാസ്ലോസ് മനുഷ്യൻ്റെ ഹ്യൂമൻ ബീങ്സിൻ്റെ നീഡ്സിന് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഒരു അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എല്ലാ സാഹചര്യത്തിലും എല്ലാ സമയത്തിലും ഒരുപോലെ അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ടും സർക്കസ്റ്റംസ് അനുസരിച്ചുകൊണ്ടും സമയം അനുസരിച്ചുകൊണ്ടും പ്ലേസ് അനുസരിച്ചുകൊണ്ടും ഹ്യൂമൻ നീഡ്സിൻ്റെ നീഡ്സ് ആൻഡ് വാൺസ് പലതായിരിക്കും പല സമയത്ത്. ഇദ്ദേഹം തയ്യാറാക്കി വെച്ചേക്കുന്ന ഓർഡർ അനുസരിച്ചല്ല ഹ്യൂമൻ ബീങ്സിൻ്റെ നീഡ്സ് ആൻഡ് വാൺസ് വരുന്നത്. പല സന്ദർഭങ്ങളിലും മാറി മറിഞ്ഞും വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഡർ അനുസരിച്ചുകൊണ്ടല്ല എന്ത് ചെയ്തേക്കുന്നത്, ഹ്യൂമൻ ബീങ്സിൻ്റെ നീഡ്സ് ആൻഡ് വാൺസ് സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് അപ്രോച്ച് ഡസ് നോട്ട് ഗിവൺ ഡ്യൂ കൺസിഡറേഷൻ ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നീഡ്സ്. നമ്മൾ മാസ്ലോസിൻ്റെ പലതരത്തിലുള്ള നീഡ്സിനെ പറ്റിയുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ പഠിച്ചു അല്ലേ. ഫിസിയോളജിക്കൽ നീഡ്സ്, ആ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് അടുത്ത ലെവൽ ഓഫ് നീഡ്സിലേക്ക് പോകുള്ളൂ. അതായത് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ്സ് അല്ലേ. അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ ആൻഡ് അഫിലിയേഷൻ നീഡ്സിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഈ തരത്തിലുള്ള നീഡ്സിൻ്റെ ഓർഡർ മാത്രമേ ആര് പ്രതിപാദിച്ചിട്ടുള്ളൂ? മാസ്ലോസിൻ്റെ തിയറികളിൽ കൂടി പ്രതിപാദിച്ചിട്ടുള്ളൂ. അല്ലാതെ അദ്ദേഹം അപ്പോൾ വ്യത്യസ്ത നീഡ്സുകൾ തമ്മിലുള്ള ഒരു ലെവൽ ഓഫ് നീഡ്സ് കഴിഞ്ഞാൽ മറ്റൊരു ലെവൽ, ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഡിഫറെൻറ്റ് ലെവൽ, ആ ഒരു ഓർഡർ അറേഞ്ച്മെൻറ്റ്സ് കൃത്യമായ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ കൂടി പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും രണ്ട് നീഡ്സുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം അതെന്താണെന്ന് അതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ തിയറിയിൽ കൂടി പ്രതിപാദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഒരു ഫിസിയോളജിക്കൽ നീഡ്സും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓർ സേഫ്റ്റി നീഡ്സും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നോ അതെങ്ങനെയാണ് പരസ്പരം ആ ഒരു നീഡ് ഫിസിയോളജിക്കൽ നീഡ്സ് കഴിഞ്ഞാൽ എങ്ങനെയാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് ഉണ്ടാവുക എന്നും അവ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും ഉണ്ടാകുക എന്നും അദ്ദേഹത്തിൻ്റെ തിയറിയിൽ കൂടി ഒരിക്കലും പ്രതിപാദിച്ച് പറഞ്ഞിട്ടില്ല. അതിന് യാതൊരു രീതിയിലുള്ള നീഡ്സുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് യാതൊരു രീതിയിലുള്ള കൺസിഡറേഷൻസും അദ്ദേഹത്തിൻ്റെ തിയറിയിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ അതിൻ്റെ ആ ഒരു ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് കരുതപ്പെടുന്നു. ഇനി മറ്റൊരു ലിമിറ്റേഷനാണ് ദ തിയറീസ് ഗീവ് ആൻ ഓവർ സിംപ്ലിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ
അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, രണ്ട് നീഡ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് യാതൊരു രീതിയിലുള്ള കൺസിഡറേഷൻസും ഈ ഒരു മോട്ടിവേഷണൽ തിയറി അപ്രോച്ചിൽ കൊടുത്തിട്ടില്ല. പിന്നെ മൂന്നാമത്തെ തെറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഓവർ സിംപ്ലിഫിക്കേഷൻ. അതായത് സാധാരണ രീതിയിൽ ഹ്യൂമൻ നീഡ്സും അതുപോലെ തന്നെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് രണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സങ്കീർണമായിട്ടുള്ള ഒരു തലമാണ്. അതിനെ വളരെയധികം സിമ്പിളായ രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെയധികം സിമ്പിളായ രീതിയിലാണ് ഹ്യൂമൻ നീഡ്സിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മോട്ടിവേഷൻ ചെയ്യുന്ന രീതികളെ ആയിക്കോട്ടെ വളരെയധികം സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് കരുതപ്പെടുന്നു. ഇനി നാലാമത്തെ കാര്യമാണ് ദ ഹൈറാർക്കി ഓഫ് നീഡ്സ് ഈസ് നോട്ട് ഓൾവേസ് ഫിക്സഡ്. ഡിഫറെൻറ്റ് പീപ്പിൾ മേ ഹാവ് ഡിഫറെൻറ്റ് ഓർഡർ ഓഫ് നീഡ്സ്. ഇപ്പം നമ്മളൊരു ഹ്യൂമൻ ബീയിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിനുണ്ടാകുന്ന നീഡ്സ് എന്ന് പറയുന്നത് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഇദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇദ്ദേഹം ഒരു ഓർഡർ അനുസരിച്ച് ഒരു മനുഷ്യന് ഫിസിയോളജിക്കൽ നീഡ്സ് കഴിഞ്ഞ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ്സ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് മാത്രമേ എന്തുണ്ടാവുള്ളൂ, സോഷ്യൽ ആൻഡ് അഫിലിയേഷൻ നീഡ്സ് ഉണ്ടാവുള്ളൂ. പിന്നെയാണ് എസ്റ്റീം നീഡ് ഉണ്ടാകുന്നത്, പിന്നെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു ഓർഡർ ഇദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ കൂടി. എന്നാൽ എല്ലാ വ്യക്തികളിലും എന്താണ് ഈ തരത്തിലുള്ള ഒരു നീഡ്സ് എല്ലാ വ്യക്തികളും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികളും ഉണ്ടാകുന്ന നീഡ്സും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ തിയറി എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് there is no definite evidence that one's needs satisfied it loses it motivate forces. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മോട്ടിവേഷൻ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ നീഡ്സിനെ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും എഗെയിൻ നമുക്ക് അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഹ്യൂമൻ ബീയിങ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ നീഡ്സ് മറ്റൊരു ലെവലിലേക്ക് ഉയരുമെന്നാണ് മാസ്ലോസ് നീഡ്സ് ഹൈറാർക്കി തിയറി പറയുന്നത്. എന്നാൽ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും പറയുന്നില്ല എങ്ങും. കാരണം ഒരു നീഡ്സിന് ഒരു മോട്ടിവേഷൻ ഫാക്ടർ ഉപയോഗിച്ച് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് സാറ്റിസ്ഫൈഡ് ആകുമെന്ന്, അല്ലെങ്കിൽ എന്താണ് വീണ്ടും അത് ആ ഒരു മോട്ടിവേഷൻ ഫാക്ടർ ഉപയോഗിച്ച് വീണ്ടും അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു തെളിവും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇതും ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതിങ്ങനെയൊരു ലിമിറ്റേഷൻസ് ഒക്കെ ഇതിനുണ്ടെങ്കിൽ തന്നെ മാസ്ലോസ് തിയറി എന്ന് പറയുന്നതാണ് പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മോട്ടിവേഷണൽ തിയറി എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹിസ്ബർഗ് മോട്ടിവേഷൻ ഓർ ഹൈജീൻ തിയറി / ടു ഫാക്ടർ തിയറി. ഫെഡറിക് ഹിസ്ബർഗ് എന്ന് പറയുന്ന ഒരു US സൈക്കോളജിസ്റ്റാണ് ഈ ഒരു ഹിസ്ബർഗ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഹൈജീൻ തിയറി അല്ലെങ്കിൽ ടു ഫാക്ടർ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മോട്ടിവേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സിനെ മുൻനിർത്തിയാണ് ഫെഡറിക് ഹിസ്ബർഗ് ഈ ഒരു മോട്ടിവേഷണൽ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ രണ്ട് ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം മോട്ടിവേഷൻ എന്ന് പറയുന്നതും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈജീൻ തിയറി. ഇതിനെ നമുക്ക് സാറ്റിസ്ഫയേഴ്സ് എന്നും അതുപോലെ തന്നെ ഡിസാറ്റിസ്ഫയേഴ്സ് എന്നും നമുക്ക് വിളിക്കാൻ സാധിക്കും. മോട്ടിവേഷണൽ ഫാക്ടറിനെ തന്നെയാണ് നമ്മൾ സാറ്റിസ്ഫൈയിങ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഹയർ ലെവലിൽ മോട്ടിവേഷൻ ആവശ്യമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഫാക്ടേഴ്സുകളാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്ന കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചീവ്മെൻറ്റ്സ്, റെക്കഗ്നേഷൻ, അഡ്വാൻസ്മെൻറ്റ്സ്, ചാലഞ്ചിങ് ഓഫ് വർക്ക്, പോസിബിലിറ്റി ഫോർ ഗ്രോത്ത് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന കാര്യം ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സെക്കൻഡ് ലെവൽ ഓഫ് ഗ്രൂപ്പ് ഓഫ് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് മെയിൻ്റനൻസ് ഓർ ഹൈജീൻ ഫാക്ടേഴ്സ് എന്നാണ് ഇപ്പോൾ വിളിക്കുക. ഇതിനെ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ്സ് എന്ന് നമ്മൾ വിളിക്കും. ഫെഡറിക് ഹിസ്ബർഗിൻ്റെ അഭിപ്രായത്തിൽ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനിലും ഈ തരത്തിലുള്ള മെയിൻ്റനൻസ് ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ് ഉണ്ടാകേണ്ടത് വളരെയധികം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നിലനിൽക്കുകയുള്ളൂ. അതായത് മെയിൻ്റനൻസ് ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളിൽ അല്പമെങ്കിലും മോട്ടിവേഷൻ നിലനിൽക്കൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ രണ്ട് ഫാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടാണ് ഇതിനെ ടു ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. അതായത് ഒന്നെന്ന് പറയുന്നത് മോട്ടിവേഷൻ ഫാക്ടേഴ്സ്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് മെയിൻ്റനൻസ് ഫാക്ടേഴ്സ്. അതായത് മോട്ടിവേഷൻ മാത്രമല്ല വേണ്ടത്, പിന്നെയോ അതിനെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഹൈജീൻ ഫാക്ടേഴ്സും ബിസിനസ് ഓർഗനൈസേഷനിൽ ആവശ്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, റെക്കഗ്നേഷൻ, അഡ്വാൻസ്മെൻറ്റ്, ചലഞ്ചിങ് വർക്ക്സ്, പോസിബിലിറ്റി ഫോർ ഗ്രോത്ത് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഈ പറഞ്ഞേക്കുന്ന മോട്ടിവേഷണൽ ഫാക്ടേഴ്സിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഹൈജീൻ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.
എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയുള്ള മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ചില കാലം കഴിയുമ്പോൾ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ തന്നെ എന്ത് ചെയ്യുന്നു, അത് ഒരു മെയിൻ്റനൻസ് ഫാക്ടേഴ്സായിട്ട് അല്ലെങ്കിൽ എന്നാൽ ഹൈജീൻ ഫാക്ടേഴ്സായിട്ട് ആ ഓർഗനൈസേഷൻ നിലനിർത്തേണ്ടതായിട്ട് വരുന്നു. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വൈൽ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആർ ഓൺലി ഓപ്ഷണൽ. അതായത് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഓപ്ഷണലാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അങ്ങനെ ഒരു കാര്യം ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഇല്ല എങ്കിലും എന്താണ്, എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ചില കാര്യങ്ങളിൽ വർക്ക് ചെയ്യുവാൻ നിലനിന്ന് പോകും. എങ്കിലും ആ ഒരു മോട്ടിവേഷൻ ഫാക്ടേഴ്സിനെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ നിലനിർത്തുവാൻ വേണ്ടി നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഫാക്ടേഴ്സ് എന്തായി മാറി, മെയിൻ്റനൻസ് ഓർ ഹൈജീൻ ഫാക്ടേഴ്സായി മാറി. ആ കാര്യം ആ ബിസിനസ് ഓർഗനൈസേഷനിൽ അങ്ങനെ നടപ്പിലാക്കി ഫാക്ടേഴ്സുകൾ എന്ത് ചെയ്തുണ്ടാകണം, ബിസിനസ് ഓർഗനൈസേഷൻ നിലനിർത്തി പോകുന്നുണ്ടാകണം. എങ്കിൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ നിലനിൽക്കാൻ ആഗ്രഹിക്കുകയുള്ളൂ. അതായത് ഇനി പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യമാണ്, ബിസൈഡ്സ് വൺ ഹൈജീൻ മേ ബി ദ മോട്ടിവേഷൻ ഓഫ് അനദർ. അതായത് നമ്മൾ പറഞ്ഞ മോട്ടിവേഷണൽ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മോട്ടിവേഷൻ ഫാക്ടറായിട്ട് തോന്നുന്ന ഒരു കാര്യം മറ്റൊരു വ്യക്തിക്ക് ഹൈജീൻ ഫാക്ടറായിട്ട് തോന്നും. മറ്റൊരു വ്യക്തിക്ക് ഹൈജീൻ ഫാക്ടറായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണ്, മറ്റൊരു എംപ്ലോയിക്ക് അത് മോട്ടിവേഷൻ ഫാക്ടറായിട്ട് തോന്നും. ഇങ്ങനെ ഇവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഫെഡറിക് ഹിസ്ബർഗ് എന്ന് പറയുന്ന വ്യക്തി രണ്ട് രീതിയിലുള്ള മോട്ടിവേഷൻ ഫാക്ടേഴ്സിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മോട്ടിവേഷൻ ഫാക്ടേഴ്സും ഹൈജീൻ ഫാക്ടേഴ്സും. ഇത് പരസ്പരം ഓരോ എംപ്ലോയിയുടെയും പ്രിഫറൻസ് അനുസരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കും. ചില എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് ഹൈജീൻ ഫാക്ടറായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മറ്റു ചിലർക്ക് മോട്ടിവേഷൻ ഫാക്ടറായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ചില എംപ്ലോയീസിന് ഹൈജീൻ ഫാക്ടറായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ എംപ്ലോയീസിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചുകൊണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഈ രണ്ട് ഫാക്ടറുകളെ നിലനിർത്തി കഴിഞ്ഞാൽ മാത്രമേ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ, അവർ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നിലനിൽക്കുകയുള്ളൂ. ഇനി മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നവയാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്നാൽ നമ്മൾ ഹൈജീൻ ഫാക്ടേഴ്സ് അഥവാ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു എംപ്ലോയീസിന് കുറഞ്ഞ ലെവലിലെങ്കിലും ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി റീസണബിൾ ആയിട്ട് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ആ എംപ്ലോയി നിലനിന്ന് പോകാൻ വേണ്ടി അദ്ദേഹത്തിന് ലഭിക്കുന്ന റീസണബിൾ ആയിട്ടുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ എങ്കിലും ലഭിക്കാൻ വേണ്ടി ആ ബിസിനസ് ഓർഗനൈസേഷൻ നിലനിർത്തിക്കൊണ്ട് പോകുന്ന മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഫാക്ടറുകളെയാണ് ഹൈജീൻ ഫാക്ടർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു എംപ്ലോയിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ബിസിനസ് ഓർഗനൈസേഷൻ നടപ്പിലാക്കാൻ പോകുന്ന മോട്ടിവേഷണൽ ഫാക്ടറുകളാണ് മോട്ടിവേഷൻ ഫാക്ടേഴ്സിൻ്റെ കീഴിൽ വരുന്നത്. ഇതെന്ന് പറയുന്നത് കമ്പൾസറി അല്ല, പക്ഷേ എന്താണ്, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നാൽ ഹൈജീൻ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ അവർക്ക് കുറഞ്ഞ ലെവലിലെങ്കിലും ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുവാൻ, ഒരു മോട്ടിവേഷൻ ലഭിക്കുവാൻ കാരണമാകുന്ന അവരെ ആ ബിസിനസ് ഓർഗനൈസേഷൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ സഹായിക്കുന്ന ഫാക്ടറുകളാണ് ഹൈജീൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് ബിസിനസ് ഓർഗനൈസേഷനിലെ കമ്പൾസറി ആണ്. ഇതില്ല എങ്കിൽ എന്താണ്, ബിസിനസ് ഓർഗനൈസേഷൻ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ ക്വിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു തിയറിയാണ് നമ്മൾ ഹിസ്ബർഗ് മോട്ടിവേഷണൽ ഹൈജീൻ തിയറി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ തിയറിക്ക് ഇതിൻ്റെതായ ചില ലിമിറ്റേഷനുകളുമുണ്ട്. ഒന്നാമത്തെ ലിമിറ്റേഷനാണ്, ദ പ്രൊസീജിയർ ഈസ് യൂസ്ഡ് ബൈ ഹിസ്ബർഗ് ഈസ് വെരി മച്ച് ലിമിറ്റഡ് ബൈ നാരോ സ്കോപ്പ് ഓഫ് ദി മെത്തഡോളജി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറിക് ഹിസ്ബർഗ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചേക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു പഠനം നടത്താൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്ന മെത്തഡോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെയധികം പരിമിതമാണ് അല്ലെങ്കിൽ വളരെയധികം ലിമിറ്റഡ് ആണ്. ഇദ്ദേഹം ഈ ഒരു പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചേക്കുന്ന മെത്തഡോളജീസ് അല്ലെങ്കിൽ മെത്തേഡ്സിൻ്റെ സ്കോപ്പ്, അതിൻ്റെ വിജയസാധ്യത എന്ന് പറയുന്നത് വളരെയധികം പരിമിതമാണ്, വളരെയധികം ലിമിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഇത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് കരുതപ്പെടുന്നു. രണ്ടാമത്, മെത്തഡോളജി ഈസ് നോട്ട് ഡിപ്പെൻഡബിൾ. അതായത് ഇദ്ദേഹം ഈ ഒരു പഠനം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെത്തഡോളജീസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡബിൾ അല്ല, അതായത് അക്സെപ്റ്റബിൾ അല്ല. ഇനി അടുത്ത കാര്യമാണ്, ദ തിയറീസ് ഇഗ്നോർ സിറ്റുവേഷണൽ വേരിയബിൾസ്. അതായത് ഈ മോട്ടിവേഷനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് സിറ്റുവേഷണൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓരോ സിറ്റുവേഷനിലും ഉണ്ടാകുന്ന വേരിയബിൾസ് മോട്ടിവേഷനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഈ കാര്യം ഇദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു തിയറിയുടെ വലിയൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യമാണ്, Hesberg assumed that there is a relationship between satisfaction and production, but the research methodology used by him had looked only at satisfaction, not at പ്രൊഡക്ടിവിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിലുള്ള ആളുകളുടെ ജോബ് സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷനിലെ പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ വളരെയധികം ദൃഢമായ ബന്ധമുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ കേവലം ജോബ് സാറ്റിസ്ഫാക്ഷന് മാത്രമേ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ, പ്രൊഡക്ടിവിറ്റിയെ ഒരു വേരിയബിളായിട്ട് കണക്കാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി ഇത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പഠനങ്ങളുടെ ഈ ഒരു തിയറിയുടെ പ്രധാനപ്പെട്ട ലിമിറ്റേഷനായിട്ട് എടുക്കുന്നത്. ഇനി അടുത്തൊരു തിയറിയാണ് മാക്സ് ഗ്രിഗർ തിയറി എക്സ് ആൻഡ് തിയറി വൈ. പ്രൊഫസർ മാക്സ് ഗ്രിഗർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു തിയറിയാണ് മാക്സ് ഗ്രിഗർ തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്ന് പറയുന്നത്. ഈ തിയറി ബേസ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ നേച്ചറിൻ്റെ ചില അസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഇദ്ദേഹം. അതായത് നമ്മൾ പറഞ്ഞു മാക്സ് ഗ്രിഗർ എന്ന് പറയുന്ന പ്രൊഫസർ അദ്ദേഹം ഈ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഹ്യൂമൻ നേച്ചറിൻ്റെ ചില അസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്ന് അല്ലേ. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ നേച്ചറിന് സാധാരണയായിട്ടൊരു ഹ്യൂമൻ ബീയിങ്ങിന് രണ്ട് രീതിയിലുള്ള ബിഹേവിയർ പാറ്റേൺ ആണുള്ളത്. നെഗറ്റീവ് ബിഹേവിയർ പാറ്റേണും പോസിറ്റീവ് ബിഹേവിയർ പാറ്റേണും. ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു പോസിറ്റീവ് ബിഹേവിയറിനെ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കണം, അതാണ് തിയറി എക്സിൽ കൂടി പറയുന്നത്. അതുപോലെ തന്നെ ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു നെഗറ്റീവ് ബിഹേവിയറിനെ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കുമെന്നാണ് തിയറി വൈയിൽ കൂടി പറയുന്നത്. ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പോസിറ്റീവ് നേച്ചർ ആണെങ്കിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ബിഹേവിയർ പാറ്റേൺ എന്ന് പറയുന്നത് പോസിറ്റീവ് നേച്ചർ ആണെങ്കിൽ ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ഒരു വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്ങിൻ്റെ വർക്കിംഗ് പാറ്റേൺ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം എന്ന് പറയുന്നത് നെഗറ്റീവ് നേച്ചറിലാണ് ഉള്ളതെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ബെറ്റർ എന്നാണ് ഈ തിയറിയിൽ കൂടി പറയുന്നത്. നമുക്ക് തിയറി എക്സ് നോക്കാം. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റുകളെ പറ്റിയുള്ള നെഗറ്റീവായിട്ടുള്ള ബിഹേവിയറിനെ പറ്റിയുള്ള അസംഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ദ ആവറേജ് ഇൻഡിവിജ്വൽ ഈസ് ബൈ നേച്ചർ ഇൻഡോളൻറ്റ് ആൻഡ് ഹീ വിൽ അവോയ്ഡ് വർക്ക് ഇഫ് ഹീ ക്യാൻ. അതായത് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് എപ്പോഴും, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും മടിയന്മാരാണെന്നാണ് പറഞ്ഞു വരുന്നത്. അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വർക്കുകൾ പരമാവധി ചെയ്യാതിരിക്കുവാൻ ടെൻഡൻസി കാണിക്കുന്ന വ്യക്തികളാണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞേക്കുന്നത് ദ ആവറേജ് പേഴ്സൺ ലാക്ക് അംബിഷൻ, ഡിസ്ലൈക്സ് റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിഫർ ടു ബി ലെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ആവറേജ് പേഴ്സണ് ഒരിക്കലും ഒരു അംബീഷൻസ് ഉണ്ടാകുന്നില്ല, വളരെയധികം അംബീഷൻസ്, അതിൽ ലക്ഷ്യബോധം കുറവായിട്ടുള്ള ആളുകളായിരിക്കും ആവറേജ് പേഴ്സൺസും ഹ്യൂമൻ ബീയിങ്സും. പിന്നെ മറ്റുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് ഒരിക്കലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ജോലി ചെയ്യാൻ വേണ്ടി അവരെ നയിച്ചു കഴിഞ്ഞാൽ കേവലം അവരെ പിന്തുടരുക എന്ന ഒരു ഹാബിറ്റ് മാത്രമാണ്, ഒരു സ്വഭാവം മാത്രമാണ് ആർക്കുള്ളത്, ഹ്യൂമൻ ബീയിങ്സിനുള്ളത്. ഇതും ഒരു നെഗറ്റീവ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു നേച്ചറാണ്. പിന്നെ പറഞ്ഞേക്കുന്ന കാര്യമാണ് ആൻ ആവറേജ് ഇൻഡിവിജ്വൽ ഈസ് ഇൻഹെറിറ്റൻ്റ്ലി സെൽഫ് സെൻറ്റേഡ് ആൻഡ് ഡിഫറെൻറ്റ് ടു ഓർഗനൈസേഷൻ ഗോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഹ്യൂമൻ ബീയിങ്സും ആവറേജ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിൻ്റെ നെഗറ്റീവായിട്ടുള്ള മറ്റൊരു സ്വഭാവ സവിശേഷതയാണ് ആളുകൾ അവരവരുടെ വ്യക്തിഗത താല്പര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അവർ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ. അതും ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റാണ്. പിന്നെ പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യമാണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ആർ ബൈ നേച്ചർ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആൻഡ് വാണ്ട് ടു സെക്യൂരിറ്റി എബോവ് ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവറേജ് ആയിട്ടുള്ള മനുഷ്യൻസ് അവൻ ജോലി ചെയ്യുന്ന പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഒരിക്കലും താല്പര്യപ്പെടുന്ന ആളല്ല ആ വ്യക്തി. പുതിയ ടെക്നോളജിയുടെ കടന്നുവരവോ പുതിയ രീതിയിലുള്ള മെത്തഡോളജീസിൽ ജോലി ചെയ്യുന്ന കാര്യങ്ങളോ ഇതൊക്കെയും അവൻ റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്നു. എപ്പോഴും സുരക്ഷിതമായ ലെവലിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ആവറേജ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സ്വഭാവ അസംഷനാണ് ദ ആവറേജ് ഇൻഡിവിജ്വൽ ഈസ് ഗൂലേബിൾ ആൻഡ് നോട്ട് വെരി ബ്രൈറ്റ്. അതായത് ഒരു ആവറേജ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളാണ്. അത്ര വലിയ ബുദ്ധിയുള്ളവരോ അല്ലെങ്കിൽ അത്ര വലിയ വൈഭവമുള്ളവരോ ആയിരിക്കണമെന്നില്ല. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയർ ഉണ്ടാകുന്ന നെഗറ്റീവ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് അസംഷൻസ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് തിയറി എക്സ് എന്ന് പറയുന്ന ഒരു തിയറി അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഏത് ലീഡർഷിപ്പ് സ്റ്റൈൽസാണ് ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഇത്തരത്തിലുള്ള എംപ്ലോയീസിനെ നെഗറ്റീവായിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയർ നേച്ചറുള്ള എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാൻ എപ്പോഴും നല്ലത്. അതായത് നെഗറ്റീവായിട്ടുള്ള എംപ്ലോയീസിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയർ രീതിയെ അല്ലെങ്കിൽ ബിഹേവിയർ നേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ എപ്പോഴും ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഏറ്റവും നല്ലത്. കാരണം എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് ക്ലോസ് കൺട്രോൾ വേണം, ക്ലോസ് സൂപ്പർവിഷൻ വേണം, പവേഴ്സും അതോറിറ്റിയും എപ്പോഴും സെൻട്രലൈസ് ചെയ്ത് നിൽക്കണം. എങ്കിൽ മാത്രമേ ആ ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് നൽകുന്ന ഡിസിഷൻസ് അനുസരിച്ചുകൊണ്ട്, ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചുകൊണ്ട്, ഗൈഡ് ലൈൻസ് അനുസരിച്ചുകൊണ്ട്, പണിഷ്മെൻറ്റ്സ് അനുസരിച്ചുകൊണ്ട് അതിൻ്റെ കീഴിലുള്ള എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും ബെറ്ററായ രീതിയിൽ, എഫിഷ്യൻ്റായ രീതിയിൽ വർക്ക് ചെയ്യുകയുള്ളൂ. ഇതെന്ന് പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇത്. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു തിയറി കൂടിയാണ് തിയറി എക്സ് എന്ന് പറയുന്നത്. സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും ഈ തരത്തിലുള്ള ഹ്യൂമൻ ബീങ് ഈ തരത്തിൽ സ്വഭാവ സവിശേഷതകളുള്ള നെഗറ്റീവായ സ്വഭാവ സവിശേഷതയുള്ള എംപ്ലോയീസിനെ നിയന്ത്രിച്ച് നിർത്തുന്നത്. ഇവർക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിലോ അല്ലെങ്കിൽ മറ്റ് സുപ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഉണ്ടാവുകയില്ല. സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് ഗൈഡ് ലൈൻസ് അനുസരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുകയും സൂപ്പർവൈസറുടെ ഗൈഡൻസിൽ അവരെ ഏൽപ്പിച്ചിരുന്ന ജോലി ചെയ്തു തീർക്കുകയും ചെയ്യുന്നു. ആ കാര്യമാണ് തിയറി എക്സിൽ കൂടി പറയുന്നത്. ഇനി തിയറി വൈ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. തിയറി വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പോസിറ്റീവായിട്ടുള്ള ബിഹേവിയർ നേച്ചറിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് തിയറി വൈ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യമാണ് ഇത് ആവറേജ് ഹ്യൂമൻ ബീയിങ് ഹാസ് നോ ഇൻഹെറിറ്റൻറ്റ് ഡിസ്ലൈക്സ് ഫോർ വർക്ക് ഈസ് എ സോഴ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി വോളണ്ടറിലി ഡൺ. അതായത് ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ളൊരു വ്യക്തി അയാൾ ജോലി ചെയ്യുവാൻ വളരെയധികം തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ്. അയാൾ ചെയ്യുന്ന ജോലി അയാൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ആ ജോലി ചെയ്യാൻ അയാൾ വളരെയധികം ആ ജോലിയിൽ അദ്ദേഹം വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയാണ്. അങ്ങനെ ആ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് ബിഹേവിയർ നേച്ചറിൽ ആദ്യത്തെ അസംഷനായിട്ട് പറയുന്നത്. ഈ രണ്ടാമത്തെ കാര്യമാണ് man will exercise self-control and self-direction in the service of objective. External control or threat of punishment is not only means of motivating people to work. അതായത് ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ മറ്റൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അയാൾക്ക് വലിയ കൺട്രോളോ വലിയ നിയന്ത്രണമോ ആവശ്യമില്ല. അയാൾക്ക് സ്വന്തമായിട്ട് സെൽഫ് കൺട്രോളുള്ള വ്യക്തിയാണ്. അയാൾക്ക് സ്വന്തമായിട്ട് സെൽഫ് ഡയറക്ഷനുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു എംപ്ലോയിയെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ ത്രട്ടൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അയാളെ ഏൽപ്പിച്ചേക്കുന്ന ഗോൾ അയാൾ തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നടത്തിക്കോളും അല്ലെങ്കിൽ സ്വന്തമായിട്ട് നേടിയെടുത്തോളും. അങ്ങനെയുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ദ ആവറേജ് ഹ്യൂമൻ ബീങ്സ് ഡസ് നോട്ട് ഡിസ്ലൈക്ക് റെസ്പോൺസിബിലിറ്റി. ഹീ ഈസ് റെഡി നോട്ട് ഓൺലി accept റെസ്പോൺസിബിലിറ്റി ബട്ട് ഓൾസോ ടു സീക്ക് ഇറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ആവറേജ് പേഴ്സൺ എപ്പോഴും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയായിരിക്കും. അദ്ദേഹം ഒരിക്കലും അത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മടി കാണിക്കുകയില്ല. റെസ്പോൺസിബിലിറ്റി അന്വേഷിച്ച് അത് ഏറ്റെടുക്കുവാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും പൊതുവെയുള്ള മനുഷ്യർ. ഇനി മറ്റൊരു കാര്യമാണ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ആസ് എ റിസൾട്ട് of the reward associated with their achievements. Once the people have selected their goals, they will push it even without close supervision and control. ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ് അയാൾക്ക് എന്ത് ലക്ഷ്യമാണോ നേടിയെടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് അതിനോട് വളരെയധികം കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നു. അയാൾ എന്താണ് അച്ചീവ് ചെയ്യുന്നത് ആ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒപ്പം തന്നെയാണ് അദ്ദേഹം ആ ഒരു കമ്മിറ്റ്മെൻറ്റിനെയും കാണുന്നത്. അങ്ങനെയുള്ള ഒരു എംപ്ലോയീസിനെ ക്ലോസ് ആയിട്ട് സൂപ്പർവിഷൻ ചെയ്യേണ്ട കാര്യമില്ല. ക്ലോസ് കൺട്രോളും ആ തരത്തിലുള്ള എംപ്ലോയീസിൻ്റെ മേലെ നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത കാര്യമാണ് അണ്ടർ ദ കണ്ടീഷൻസ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രിയൽ ലൈഫ് ദ ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യലിറ്റീസ് ഓഫ് പീപ്പിൾ ആർ ഓൺലി പാർഷ്യലി യൂട്ടിലൈസ്ഡ്. ഇൻ റിയാലിറ്റി പീപ്പിൾ ഹാവ് അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ. അതായത് വ്യക്തികൾ ആവറേജ് പേഴ്സൺസ് എന്ന് പറയുന്നത് വളരെയധികം പൊട്ടൻഷ്യനാലിറ്റീസ്, വളരെയധികം കഴിവുകളുള്ള ആ വ്യക്തികളാണ്. പക്ഷേ അവർ അവരുടെ കഴിവിൻ്റെ പകുതി മാത്രമേ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ എന്ന് മാത്രം. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ പോസിറ്റീവായിട്ടുള്ള നേച്ചറിനെ പറ്റിയുള്ള അസംഷൻസ് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള നേച്ചർ ഓഫ് അസംഷൻസ് ആണ് പ്രധാനമായിട്ടും തിയറി ഓഫ് വൈയിൽ കൂടി പറയുന്നത്. ഈ തരത്തിലുള്ള ആവറേജ് ഹ്യൂമൻ ബീയിങ്സ് ഉള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഏത് തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഏറ്റവും ബെറ്റർ. കാരണം എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു തിയറി വൈ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അവർ യാഥാർത്ഥ്യ മൂല്യങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഹ്യൂമൻ നേച്ചറിനെ പറ്റിയുള്ള അസംഷൻസ് അടങ്ങുന്ന ഒന്നാണ് നമ്മുടെ തിയറി വൈ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഉള്ള മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകളാണ് തിയറി വൈയിൽ കൂടി പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറി വൈ അനുസരിച്ചുകൊണ്ട് ഹ്യൂമൻ നേച്ചറിലുള്ള ഹ്യൂമൻ ബീയിങ്സിനെ നിയന്ത്രിക്കുവാൻ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഏറ്റവും അനുയോജ്യമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകുമ്പോൾ ഈ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ ആകുമ്പോൾ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഒപ്പം തന്നെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനും തങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ പങ്കാളികളാകുവാനും അവരുടെ ഒപ്പീനിയൻസ് അവരുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള അധികാരം ലഭിക്കുന്നു. ഇവിടെ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നു. ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ജോബ് എൻറിച്ച്മെൻറ്റ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ ഇവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഈ തരത്തിൽ തിയറി ഓഫ് എക്സ് വൈ ഫോളോ ചെയ്തുകൊണ്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് നേച്ചറിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ആ ഒരു കാര്യമാണ് ഇതിൽ കൂടി പറയുന്നത്, ഈ ഒരു തിയറിയിൽ കൂടി പറയുന്നത്. അപ്പോൾ തിയറി വൈ അനുസരിച്ചുകൊണ്ട് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് എംപ്ലോയീസുള്ള ആളുകളെ ബിസിനസ് ഓർഗനൈസേഷനിൽ ദീർഘകാലം നിലനിർത്തിക്കൊണ്ട് പോകാൻ അനുയോജ്യം. പോസിറ്റീവായിട്ടുള്ള ഹ്യൂമൻ നേച്ചർ വെച്ച് പുലർത്തുന്ന എംപ്ലോയീസിനെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് ദീർഘകാലം നിലനിർത്തുന്ന ബിസിനസ് ഓർഗനൈസേഷൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ അനുയോജ്യം തിയറി വൈയിൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് തിയറി എക്സും തിയറി വൈ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു തിയറി കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്, തിയറി ഇസഡ് എന്ന് പറയുന്നത്. തിയറി ഇസഡ് എന്ന് പറയുന്നതും ഒരു മോട്ടിവേഷണൽ തിയറിയാണ്. വില്യം ഊസി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് തിയറി ഇസഡ് എന്ന് പറയുന്ന മോട്ടിവേഷണൽ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് അദ്ദേഹം ഇൻ്റഗ്രേറ്റഡ് മോട്ടിവേഷൻ മോഡലാണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ കൂടി പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷൻ്റെ ബിഹേവിയറൽ ആസ്പെക്ട്സും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ബിഹേവിയറൽ ആസ്പെക്ട്സും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പഠനം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ തിയറിയിൽ കൂടി എന്തൊക്കെയാണ് പറയുന്ന കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് പറയുന്ന ഒന്നാമത്തെ കാര്യമാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ട്രസ്റ്റ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓപ്പൺനെസ് ആർ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടാകേണ്ടത് വളരെയധികം അനിവാര്യമാണ്. അതെന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ട്രസ്റ്റ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എംപ്ലോയീസിൻ്റെ ഇടയിൽ കോൺഫ്ലിക്റ്റ് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതിനും വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ് ട്രസ്റ്റ്, ഇൻറ്റഗ്രിറ്റി, ഓപ്പൺനെസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇത് ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ആളുകൾ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ അവർ തർക്കങ്ങളില്ലാതെ ഒരു ടീമായിട്ട് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നതിലേക്ക് നയിക്കുവാനൊക്കെയും ഈ തരത്തിലുള്ള ഒരു ട്രസ്റ്റ് ആവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എംപ്ലോയീസുള്ള ആളുകൾക്കിടയിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ പരസ്പര വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ എംപ്ലോയീസുള്ള ആളുകൾക്കിടയിൽ ഒരു ഓപ്പൺനെസ്, ഒരു ഇൻറ്റിഗ്രിറ്റി, ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു താല്പര്യം എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടീമായിട്ട് ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് തർക്കങ്ങളില്ലാതെ തന്നെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു പോയിന്റിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് സബ്റ്റിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിന് നല്ല രീതിയിലൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാകണമെങ്കിൽ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ വളരെയധികം ആത്മാർത്ഥത ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഇൻറ്റിമസി ബിറ്റ്വീൻ ദ ഓർഗനൈസേഷൻ ആൻഡ് എംപ്ലോയീസ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസും ഓർഗനൈസേഷനും തമ്മിൽ എപ്പോഴും നല്ലൊരു അടുപ്പം ഉണ്ടായിരിക്കണം. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ദീർഘകാലം വർക്ക് ചെയ്യുവാണെങ്കിൽ ആ എംപ്ലോയിക്ക് ആ ഓർഗനൈസേഷനോട് വിശ്വാസം തോന്നണമെങ്കിൽ ആ എംപ്ലോയിക്ക് ആ ഓർഗനൈസേഷനിൽ ദീർഘകാലം വർക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഒരു അടുപ്പം ആ ഒരു എംപ്ലോയിയുമായിട്ട് സ്ഥാപിച്ചെടുക്കുവാൻ ആ ഓർഗനൈസേഷൻ സാധിച്ചിട്ടുണ്ടാകണം. എങ്കിലേ ആ ഓർഗനൈസേഷനോട് ആ ഒരു എംപ്ലോയിക്ക് ഒരു ലോയൽറ്റി, ഒരു വിശ്വാസം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. അതുവഴി അവരിലും കേവലം അവരെയെങ്കിലും ബാധിക്കുന്ന കാര്യത്തിൽ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലെങ്കിലും സുപ്രധാന തീരുമാനം എടുക്കുമ്പോൾ ആ എംപ്ലോയിയെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ പങ്കാളികളാക്കുക, അയാളുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു ഡിസിഷൻസ്, ആ ഒരു മീറ്റിങ്ങിൽ എടുക്കുന്ന ഡിസിഷൻസ് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ
റെസിസ്റ്റ് ചെയ്യാതെ എളുപ്പത്തിൽ ബിസിനസ് ഓർഗനൈസേഷൻ നടപ്പിലാക്കാൻ പറ്റും എംപ്ലോയീസിൻ്റെ ഇടയിൽ. അങ്ങനെ എംപ്ലോയീസുള്ള ആളുകൾക്ക് എന്താണ് ഒരു സെൽഫ് മോട്ടിവേഷൻ ലഭിക്കുന്നത്, ഇത് കാരണമായി മാറുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ഇൻ്റഗ്രേറ്റഡ് ഓർഗനൈസേഷൻ. ഇതിന് തൊട്ട് മുമ്പിലത്തെ പോയിന്റ് തന്നെയാണ് പറയുന്നത്. എംപ്ലോയീസിനെ ഇൻവോൾവ്മെൻറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ കൂടി ഇൻവോൾവ്മെൻറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാവുകയും അവരോട് ചേർന്നെടുക്കുന്ന ഡിസിഷൻസ് എളുപ്പത്തിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ നടപ്പിലാക്കാൻ അവർ സമ്മതിക്കുകയും ചെയ്യുന്നു. എളുപ്പത്തിൽ ഡിസിഷൻസ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രേറ്റഡ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് വ്യത്യസ്ത ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ ഇവരെയൊക്കെയും സമന്വയിപ്പിച്ച് ഒത്തൊരുമിച്ച് കൊണ്ടുവരിക. അങ്ങനെയാകുമ്പോൾ ഈ പരസ്പരം ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ പരസ്പരം ഇൻ്റർഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവരുടെ ടീം വർക്ക്, ഒരു ഗ്രൂപ്പ് വർക്ക് ഉണ്ടാകുന്നതിന് കാരണമായി മാറുന്നു. വ്യത്യസ്ത ആളുകൾ, വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെയൊക്കെയും പരസ്പരം ഒരുമിപ്പിച്ച് അവരെ പരസ്പരം ഇൻ്റർഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പരസ്പരം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഗ്രൂപ്പുകളെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ബിസിനസ് എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഗുഡ് ടീം സ്പിരിറ്റും ഗുഡ് ഗ്രൂപ്പ് വർക്കും ബിൽഡപ്പ് ചെയ്യുന്നതിന് സഹായിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് എംപ്ലോയീസുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് കാരണമായി മാറുന്നു. ഇനി മറ്റൊരു കാര്യമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ലീഡറായിരിക്കുന്ന ആൾ ബിസിനസ് ഓർഗനൈസേഷനിലെ വ്യത്യസ്ത എംപ്ലോയീസിൻ്റെ അധ്വാന ഫലത്തെ എഫോർട്സിനെ ഏകോപിപ്പിക്കുക. അതുപോലെ തന്നെ എംപ്ലോയീസുള്ള ആളുകൾക്കൊക്കെയും കോമൺ ആയിട്ടുള്ളൊരു ബിഹേവിയർ കൾച്ചർ സെറ്റപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ളൊരു ക്ലാസ്, എല്ലാ എംപ്ലോയീസിനും പ്രവർത്തിക്കാൻ ആവശ്യമായുള്ള ഒരു ക്ലാസ്, ഒരു ക്ലാസ് ഫീലിങ്സ്, ഒത്തൊരുമയുടെ ഒരു ക്ലാസ് ഫീലിങ്സ് സെറ്റപ്പ് ചെയ്യുക. ഇതുവഴിയൊക്കെ എംപ്ലോയീസുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ ഒരു തിയറിയിൽ കൂടി പറയുന്നത്. ഈ തിയറിക്കും പലതരത്തിലുള്ള ക്രിറ്റിസിസംസ് ഉണ്ട്. ആ ഒരു ക്രിറ്റിസിസംസ് ആണ് താഴേക്ക് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ജപ്പാനീസ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് വിച്ച് മേ നോട്ട് ബി റെലവൻറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ ഇൻ അതർ പ്ലേസസ്. ഈ തിയറി എന്ന് പറയുന്നത് ജപ്പാനിലാണ് ഒറിജിൻ ചെയ്തേക്കുന്നത്. ജപ്പാനീസ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ബേസ് ചെയ്തുകൊണ്ട് അവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറിയാണിത്. പക്ഷേ ഇത് ബാക്കിയുള്ള പ്രദേശങ്ങളിലുള്ള ഓർഗനൈസേഷനുകളിൽ സക്സസ്ഫുൾ ആകും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. ഇനി അടുത്തൊരു വ്യത്യാസമാണ്, ദ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ദിസ് തിയറി ഹാസ് നോട്ട് യെറ്റ് ബീൻ കൺഫേംഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിയറിയുടെ പ്രാക്ടിക്കബിലിറ്റി എന്തുമാത്രം ഉണ്ട് എന്നും അതിൻ്റെ ഈ ഒരു തിയറി നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വിജയസാധ്യത എന്തുമാത്രം ഉണ്ട് എന്നും ഉള്ള ഒരു പ്രാക്ടിക്കൽ രീതി ഇന്നേ വരെ നടന്നിട്ടില്ല. അത് ഉറപ്പുവരുത്തിയിട്ടില്ല. ഈ തിയറിക്ക് ഇത്രമാത്രം വിജയശതമാനം ഈ തിയറി അനുസരിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ബിസിനസ് ഓർഗനൈസേഷൻ നടപ്പിലാക്കി കഴിഞ്ഞാൽ എന്തുമാത്രം വിജയസാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം വിജയിക്കുമെന്ന് ഉറപ്പുവരുത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തിയറിയുടെ ഒരു ലിമിറ്റേഷനായിട്ട് ഇത് കരുതപ്പെടുന്നു. അടുത്തൊരു ലിമിറ്റേഷനാണ് there may be operational problems in implementing theory is said. ഈ തിയറിയുടെ പ്രാക്ടിക്കബിലിറ്റി ഇതുവരെയായിട്ട് മെഷർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ തിയറി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഓപ്പറേഷണൽ പ്രോബ്ലംസും വളരെയധികം കൂടുതലാണ്. ഇത്രയുമാണ് തിയറിയുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഒരു മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിയറീസ്, അതിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പോൾ ഇത്രയും ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.